ഡോക്ടർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ബോഡിയിൽ കംഫർട്ടബിൾ അല്ല. ഒരുപാട് എൻ്റെ പഠിത്തത്തിനെ ബാധിക്കുന്നു. എനിക്ക് സപ്ലി വരാം, എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല. ഈ അമ്മ ബാഗിൽ നിന്ന് ഒരു ചെറിയൊരു കുപ്പി എടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു. ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഞാനൊരു മകളെയാണ് പ്രസവിച്ചത്. എനിക്ക് അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മാം എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ എന്നേക്കുമായിട്ട് ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും നിങ്ങൾ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ ആദ്യം കാണും. ഐശ്വര്യയുടെ പ്രശ്നം ഐശ്വര്യയുടെ സെക്സ് ഐഡൻറ്റിറ്റി അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ആ കുട്ടി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു മാൻ ആയിട്ടാണ്. ആ കുട്ടിക്ക് അട്രാക്ഷൻ വിമനോടാണ്. ആ ബോഡിയിൽ ആ കുട്ടി കംഫർട്ടബിൾ അല്ല, ആ വോയിസിൽ ആ കുട്ടി കംഫർട്ടബിൾ അല്ല. ഞാൻ ഡോക്ടർ വിദ്യേശ്വരി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം, ഞാനായിട്ട് പങ്കുവച്ചൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാനൊരു കോളേജിലൊരു ഫംഗ്ഷന് പോയ സമയത്ത് ആ കോളേജിൽ നിന്ന് എൻ്റെ നമ്പർ ഒരുപാട് കുട്ടികൾ നോട്ട് ചെയ്ത്, കൂട്ടത്തിലൊരു കുട്ടി നോട്ട് ചെയ്തു, അത്ര മാത്രമേ ഞാൻ മനസ്സിലാക്കിയുള്ളൂ. പക്ഷേ ഈ കുട്ടി പിന്നീട് എന്നെ അന്വേഷിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരികയും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ ബോഡിയിൽ കംഫർട്ടബിൾ അല്ല. അത് പെൺകുട്ടിയാണ്. നമുക്ക് സാങ്കല്പികമായിട്ട് ആ കുട്ടിയെ ഐശ്വര്യ എന്ന് വിളിക്കാം. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഈ ബോഡിയിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. എനിക്ക് പലപ്പോഴും വാഷ്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ ഡോക്ടർ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും എല്ലാം ഞാൻ മാറ്റും, ഞാനൊരു ആണായി മാറും, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കും, പക്ഷേ എൻ്റെ പേരൻസിനെ ഒന്ന് മാം കൺവിൻസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. കാരണം ഞാൻ കൺവിൻസ് ചെയ്യേണ്ടത് ഒരു സാധാരണ ഒരു ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന സാധാരണ ഒരു മാതാപിതാക്കളെയാണ് ഞാൻ കൺവിൻസ് ചെയ്യേണ്ടത്. ആ മാതാപിതാക്കൾ അത് എങ്ങനെയാണ് അച്ഛനമ്മ അത് എടുക്കാൻ പോണേന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുക്കണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ഈ കുട്ടി എന്നെ വിളിച്ചപ്പം മാമിന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ മാം പറയുമ്പം അവർക്ക് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം. ഒരുപാട് എൻ്റെ പഠിത്തത്തിനെ ബാധിക്കുന്നു. എനിക്ക് സപ്ലി വരാം, എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, ഐ എം നോട്ട് കംഫർട്ടബിൾ. എനിക്ക് ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ. പിന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ അമ്മ എനിക്ക് ചുരിദാർ വാങ്ങിച്ചു തന്നിരുന്നു. ആ ചുരിദാർ ഞാൻ ഇടും എന്നല്ലാതെ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ജീൻസും ടീഷർട്ടും ഷർട്ട്സൊക്കെ ഇടും. ഞാൻ മാക്സിമം എൻ്റെ ബൂബ്സിൻ്റെ ഏരിയ, എൻ്റെ ഫ്രണ്ട് ഏരിയ ഞാൻ കവർ ചെയ്യാൻ നോക്കും. എൻ്റെ ചെസ്റ്റ് ഏരിയ ഞാൻ കവർ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കംഫർട്ടബിൾ അല്ല അതിൽ. എനിക്കൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. ഇതുപോലെ ഇത് തുടർന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് തന്നെയാണ് ഐശ്വര്യ എന്നോട് പറഞ്ഞത്. കാരണം ഐശ്വര്യയ്ക്ക് പിന്നെ അട്രാക്ഷൻ തോന്നുന്നത് വിമനോട് തന്നെയാണ്, സ്ത്രീകളോട് തന്നെയാണ്. കൂടെ പഠിക്കുന്ന ഗേൾസിനോടാണ് ഐശ്വര്യയ്ക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്തിരുന്നത്. അപ്പോൾ ഐശ്വര്യയ്ക്ക് ഈ ബോഡി മാറ്റണം, ഈ ശബ്ദം മാറ്റണം, സ്ത്രീ ശബ്ദത്തിനോടോ ഒരിക്കലും. അപ്പം ഞാൻ ഐശ്വര്യയോട് ചോദിച്ചു, ഐശ്വര്യയ്ക്ക് കൂടുതൽ ബഹുമാനം ആണുങ്ങളോടാണോ സ്ത്രീകളോടാണോ? അപ്പോൾ എന്നോട് പറഞ്ഞു, മാം എനിക്ക് ഒരിക്കലും ബഹുമാനം കുറവല്ല. ഞാൻ ഒരേപോലെ സ്ത്രീകളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ ഒരുപോലെ ബഹുമാനിക്കുന്നു, പെണ്ണുങ്ങളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു സ്ത്രീ ആവണ്ട എന്ന് തോന്നിയത് എനിക്ക് സ്ത്രീകളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എനിക്കത് എൻ്റെ ജെൻഡറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ബോഡിയിൽ, എൻ്റെ തോട്ട് പ്രോസസ്സിൽ, എൻ്റെ ചിന്തകളിൽ ഞാനൊരു സ്ത്രീ ആയിട്ട് എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാറണമെന്ന് ആവശ്യപ്പെട്ടത്. ആത്മഹത്യ ചെയ്യും എന്ന് തന്നെയാണ് ഐശ്വര്യ ലാസ്റ്റ് സെഷനിൽ എന്നോട് പറഞ്ഞത്. അതാണ് ഞാൻ അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞ സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം മാം ഇത് പെട്ടെന്ന് ഇപ്പം ഈ കുട്ടിക്ക് ആണാവാൻ സമ്മതിച്ചു എന്ന് വിചാരിച്ചോളൂ, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചോളൂ, പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് തോന്നിയാൽ അങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ ഐശ്വര്യ എടുത്തെടുത്ത് പറഞ്ഞു, ഇല്ല അച്ഛാ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഞാനത് വ്യക്തമായി ഞാനായിട്ടെടുത്ത തീരുമാനമാണ്. എനിക്കൊരാണാവണം എന്നുള്ള തീരുമാനം എൻ്റെ തന്നെയാണ്. അതിനുള്ള സർജറി പ്രൊസീജിയറിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ ജോലി ചെയ്ത് ഞാൻ റെഡിയാക്കും.
അതിന് മുമ്പ് എനിക്ക് നിങ്ങളെ വേണം, എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ വയ്യ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും സ്നേഹമാണ്, എനിക്ക് നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഒറ്റ കുട്ടിയാണ് ഐശ്വര്യ, ഒറ്റ മകളാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ വിട്ട് പോകണം എന്നില്ല, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം, നിങ്ങളെ നോക്കണം, വയസ്സാകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, നല്ലൊരു നിങ്ങളുടെ കുട്ടിയാണ് എന്നുള്ളത്, നല്ലൊരു മകനാണെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും ഐശ്വര്യയ്ക്ക് ദേഷ്യമായിരുന്നു, ഞാൻ ഷീ എന്ന യൂസേജ് ഐശ്വര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, ശരി പേരൻസിനെ വിളിച്ചോളൂ, ഇന്ന ദിവസം കൺസൾട്ടിങ്ങിന് വന്നോട്ടെ എന്ന് പറഞ്ഞു. പേരൻസ് വന്നപ്പം ഈ അമ്മ ബാഗിൽ നിന്ന് ഒരു ചെറിയൊരു കുപ്പി എടുത്തിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു. ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് എടുത്തതാണ്. അപ്പോൾ ആ ഇഞ്ചെക്ഷൻ്റെ ബോട്ടിലായിരുന്നു, കാലി ബോട്ടിലായിരുന്നു അത്. അപ്പോൾ ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞു, അതാണ് കാര്യം, അത് തന്നെയാണെന്ന് പറഞ്ഞു. കാരണം കുട്ടി ട്രാൻസ് ആവാനായിട്ട് ശ്രമിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ കുട്ടി ഐശ്വര്യ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, ഐശ്വര്യയുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അമ്മ ഇരുന്ന് കരയാണ്. കാരണം ഞാനൊരു മകളെയാണ് പ്രസവിച്ചത്, എനിക്ക് അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും മാം എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അത്രമാത്രം ഒരു എക്സ്പോഷർ, അത്രമാത്രം ഒരു ജീവിതം, അല്ലെങ്കിൽ അത്രമാത്രം ചുറ്റുവട്ടം അവർ കണ്ടിട്ടുള്ളൂ. അവർ നാട്ടിൻ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ അമ്മയോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ എന്നേക്കുമായിട്ട് ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നിങ്ങൾ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ ആദ്യം കാണും. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കൂ എന്താണ്. പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ സെക്സ് ഐഡൻറ്റിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഐശ്വര്യയുടെ പ്രശ്നം ഐശ്വര്യയുടെ സെക്സ് ഐഡൻറ്റിറ്റി അല്ല, ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. ആ കുട്ടി സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു മാൻ ആയിട്ടാണ്. ആ കുട്ടിക്ക് അട്രാക്ഷൻ വിമനോടാണ്. ആ ബോഡിയിൽ ആ കുട്ടി കംഫർട്ടബിൾ അല്ല, ആ വോയിസിൽ ആ കുട്ടി കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ആ ബോട്ടിലിൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ ഇത്. അപ്പോൾ എന്നോട് ഐശ്വര്യയുടെ അച്ഛൻ എന്നോട് ചോദിച്ചത്, ഞങ്ങളിത് എങ്ങനെ റിലേറ്റീവ്സിനോട് പറയും, ആളുകളോട് ഞങ്ങളിത് എങ്ങനെ പറയും. ഞാൻ പറഞ്ഞു, ആളുകളോട് പറയുന്നത് ഇപ്പോൾ ഉള്ള തലമുറയോട് അത് പറയുമ്പം ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഗവൺമെൻറ് പോലും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു തേർഡ് ജെൻഡർ ആണത്. കാരണം ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ആ കുട്ടിക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ കുട്ടിയുടെ കസിൻസ് ആണെങ്കിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പഴയ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ എന്നത്തേക്ക്, മകളെന്ന് പറയുന്നത് പോലും ഐശ്വര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ഐശ്വര്യനെ 2-3 പ്രാവശ്യം വിലക്കിയിട്ടുമുണ്ട്. ഞാൻ എൻ്റെ സെഷൻ്റെ ഇടയ്ക്ക് ഞാനത് യൂസ് ചെയ്തപ്പോഴും എന്നെ വിലക്കിയിട്ടുമുണ്ട്. അതിനുശേഷം പിന്നീട് ഇവർ പോയി, രണ്ടുപേരും കൺവിൻസ്ഡ് ആയി എന്ന് എനിക്ക് തോന്നി. പക്ഷേ മണിക്കൂറുകളിൽ എനിക്ക് എടുത്തു അതിന് വേണ്ടിയിട്ട്. തിരിച്ചു പോയി കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു ഈ അച്ഛൻ്റെ. മാം പറഞ്ഞതുപോലെ ഞങ്ങൾ ആ കുട്ടിയെ ആധാർ കാർഡിലും എല്ലാത്തിലും ഡോക്യുമെൻറ്റ്സിലൊക്കെ ഞങ്ങൾ പേര് മാറ്റാം, ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയാണ് വലുത്. ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ളവർ നോക്കിയിരുന്നവർ പക്ഷേ അവളൊരു മാനസിക രോഗിയായി വരെ മാറാം, പരീക്ഷയിൽ ശ്രദ്ധിക്കാതെ നല്ലോണം പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ പിന്നീട് ഈ കുട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ ഐശ്വര്യയിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ടു എ മാൻ അത് വളരെ രസമായിരുന്നു കാണാനായിട്ട്. കാരണം ചെറിയ പൊടിമീശ വന്നിട്ടുണ്ടായിരുന്നു, സൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളതൊരു ഒരു 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 ഡിസോർഡർ അല്ല, അതൊരു അസുഖമല്ല. കാരണം അത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അവർക്ക് ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അവർ കംഫർട്ടബിൾ. അപ്പോൾ അത് ഒത്തിരി ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വിഷയമാണെന്ന് എനിക്കറിയാം. ഞാൻ ആധികാരികമായിട്ട് അത് പറയുന്നത് ഒരു ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് അവരുടെ സൈക്കിയാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് അവരുടെ മൈൻഡാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പീസ് ഓഫ് മൈൻഡാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ ടോട്ടലി ഐശ്വര്യയുടെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഹീ ഈസ് ഹാപ്പി നൗ, ഐ ഹാവ് ടു സേ ഹീ എന്ന് തന്നെ ഞാനിപ്പോൾ പറയേണ്ടി വരും. ഹീ ഈസ് ഹാപ്പി. ഇപ്പോൾ നല്ലൊരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ്, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനുള്ള കാര്യങ്ങൾ നോക്കുന്നു, എബ്രോഡ് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. അവനിപ്പോൾ ഒരു പ്രണയമുണ്ട്, അന്നും ഒരു പ്രണയമുണ്ട്. ആ പ്രണയം ഇവൻ്റെ കൂടെ നല്ലോണം കോപ്പറേറ്റീവാണ്. അപ്പോൾ ആ കുട്ടിക്കും ഇയാളെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇതുപോലുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. പക്ഷേ അവരെ അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു ലേബലിംഗ് നമ്മൾ കൊടുക്കാതെ നമുക്ക് അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആവാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും വലിയൊരു ഒരു സിറ്റിസൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയുടെ ഒരു ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലയെന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ പ്രശ്നം അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പം അതെന്തുകൊണ്ടാണെന്നുള്ളതും ഒരു കറക്റ്റായിട്ടുള്ളൊരു എക്സ്പേർട്ടിനെ, ഒരു മെഡിക്കൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും എന്താണ് നമ്മൾ അതിനായിട്ട് എടുക്കേണ്ട അപ്രോച്ച് എന്താണെന്ന്. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.